എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഒരു ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The tourist guide along with the tourist dash arrived. ആൻസർ എ ആണ്, ഹാസ് അറൈവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എങ്ങനെയാണ് അതിൻ്റെ ടാഗ് ഉണ്ടാക്കുക? Will you? Let's go for a walk. Will you? Next question, change to indirect speech. He says, I am attending a training. Answer D ആണ്, he says that he is attending a training. Next question, if I had money, I dash the poor. എനിക്ക് പണമുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? I would help the poor. അല്ലേ? Next question, the doll belongs dash the child. The doll belongs to the child. Next question, identify the correct spelling. Answer D ആണ്, PROPRIETY. Next question, the idiom born of contention means. Answer C, subject of dispute. Next question, the dash of wolves howled at the moon. Answer pack, the pack of wolves. Next question, identify the synonym for amendment. Answer C ആണ്, മോഡിഫിക്കേഷൻ. സിനോണിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. അപ്പൊ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ആന്റോണിം ഫോർ ഡെഫിസിറ്റ്. ആന്റോണിം എന്ന് പറഞ്ഞാൽ വിപരീതം. ഏതാണ്? സർപ്ലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം. സന്തതി ഇല്ലാത്തവൻ, അനപത്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ ഡി ആണ്, കവയിത്രി. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചു നോക്കണം. കവ കഴിഞ്ഞിട്ട് ഇത്രി എന്നാണ്, കവയിത്രി. കവിയുടെ സ്ത്രീലിംഗാണ് കവയിത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ആൻസർ സി, പുരുഷന്മാർ. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാവുന്ന ബഹുവചനം, അതാണ് സലിംഗ ബഹുവചനം. അലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാത്തത്, ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റാത്ത ഉള്ള ബഹുവചനത്തിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയാ. ഇനി ശ്ലോകത്തിൽ കഴിക്കുക, ഇതും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, ശ്ലോകത്തിൽ കഴിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരെ? ദ്രൗണി ആരാണ്? അശ്വത്ഥാമാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിന്മുദ്രനെ എങ്ങനെ പിരിച്ചെഴുതുക? ചിത്ത് പ്ലസ് മുദ്ര, ചിന്മുദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ? കേരള പാണിനി AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? അക്ഷരത്തെറ്റുള്ള വാക്കേത്?
വിശ്വസ്തൻ എങ്ങനെ എഴുതാ? ഈ താല ഇവിടെ ഈ താവണം വേണ്ട, വിശ്വസ്തൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.